പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. നമ്മളെ എന്തെങ്കിലും ഒരു പ്രശ്നം അലട്ടുന്നുണ്ടെങ്കിലോ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് നേരം ധ്യാനമഗ്നനായി കർത്താവിനോടൊത്ത് ചെലവഴിക്കുക. അത് വളരെ സിമ്പിളാണ്. ആദ്യം കർത്താവിനെ സ്തുതിക്കുക, കർത്താവ് ഇന്നേ വരെ നൽകി അനുഗ്രഹിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. അതിനുശേഷം കർത്താവിന് നമ്മൾ ചെയ്ത പാപങ്ങളെ, വലുതും ചെറുതുമായ പാപങ്ങളെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുക. അതിനുശേഷം കർത്താവിനോട് ക്ഷമ ചോദിക്കുക. പിന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നും ചിന്തിക്കാതെയും ചോദിക്കാതെയും കർത്താവിൻ്റെ സന്നിധിയിൽ കുറച്ച് സമയം വെറുതെ ഇരിക്കുക. നമുക്ക് എന്താണോ നമ്മളെ ആകുലപ്പെടുത്തുന്നത്, എന്തിനാണോ നമ്മൾക്കൊരു ഉത്തരം വേണ്ടത്, അത് കർത്താവിനോട് പറയുക. അത് കഴിഞ്ഞ് നമ്മൾ വേദ പുസ്തകം തുറക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. ഇപ്പോൾ ഇന്ന് ഞാൻ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഇതുപോലെ ധ്യാനിച്ച് കഴിഞ്ഞ് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനങ്ങളാണ്. എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആ ഒരു നല്ല പ്രായമുള്ള വൈദികന് വേറൊരു വൈദികനും, ഒരു ചെറുപ്പക്കാരനായ ഒരു വൈദികനും അയാളുടെ സിംഗടികളുമൊക്കെ കൂടി ആ 80 വയസ്സിനധികം പ്രായമുള്ള ആ വൈദികനെ ബലിപീഠത്തിൽ എല്ലാവരും കൂടി ഒരു ഗുണ്ടാ വിളയാട്ടം നടത്തി ആ പാവത്തിനെ തള്ളി താഴെയിടുന്നത്, അത് എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ശരിയും തെറ്റുമെന്ന് ഞാൻ വിശകലനം ചെയ്യുന്നില്ല, പക്ഷേ വല്ലാതെ ദുഃഖിപ്പിച്ചു. പല രീതിയിൽ എൻ്റെ ചിന്തകൾ പോയി. പക്ഷേ അതൊന്നും കർത്താവിന് നിരക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് മനം നൊന്ത് ബൈബിള് തുറന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് എനിക്ക് എൻ്റെ പ്രശ്നത്തിന് ഉതകുന്ന വചനഭാഗങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. അതായത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 16-ാം വാക്യം മുതൽ, പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്
അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. ദൈവത്തിൻ്റെ ആലയം അശുദ്ധമാക്കുന്നവരെ കൊണ്ട്, അതുകൊണ്ട് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും. ഇത് തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥ വിശ്വാസികൾക്ക്, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് സംഭവിക്കുന്നത്. ആ തീഷ്ണത, അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത വിഴുങ്ങിക്കളയുന്നു അവരെ. അത് കഴിഞ്ഞ് അധ്യായം 3 18 വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും, അവനിൽ വിശ്വസിക്കുന്നവർ അവൻ്റെ പ്രവൃത്തികൾ ചെയ്യും. അനുരഞ്ജിതരായി മറ്റുള്ളവരോട് അനുരഞ്ജിതരാകും, മറ്റുള്ളവരോട് സ്നേഹത്തോടെ വർത്തിക്കും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് നമ്മളെ പഠിപ്പിച്ച ക്രിസ്തു വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് അവനിൽ വിശ്വസിക്കുന്നവർ. അതേസമയം വഴക്കും വക്കാണവും വൈരാഗ്യവും ഒക്കെ വെച്ച് പുലർത്തുന്നവർ അവനിൽ വിശ്വസിക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അപ്പോൾ ഇത് പുരോഹിതന്മാർക്കും പുരോഹിത വർഗത്തിനും ബാധകമാണ്. മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. അപ്പോൾ കർത്താവിന് മാത്രം ഇഷ്ടപ്പെടുന്ന എന്നോടും എന്നെപ്പോലുള്ള വിശ്വാസികളോടും പറയുന്നത്, നിങ്ങൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് അന്ധകാരത്തിൻ്റെ മക്കളുമായി കൂട്ടുകൂടാതെ അവരിൽ നിന്നൊക്കെ വിട്ടകന്ന് ആത്മാവിലും സന്തോഷത്തിലും കർത്താവിനെ, ദൈവത്തിനെ ആരാധിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ പദവിയിലേക്ക് ഉയരുവിൻ. ദൈവത്തിൻ്റെ യഥാർത്ഥ പുത്രന്മാരും പുത്രിമാരും എന്ന സ്റ്റാറ്റസിലേക്ക് ഉയരുവിൻ. അത് ഒരുപക്ഷെ ഈ വഴിതെറ്റിപ്പോയ പുരോഹിത വർഗത്തിൻ്റെ പുറകെ നടന്നാൽ അത് സാധ്യമാവുകയില്ല. അതേസമയം വചനാധിഷ്ഠിതമായി വചനം സ്വയം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചാൽ, അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ
അവൻ നമ്മളെ കൈപിടിച്ച് നടത്തും. ഈ മ്ലേച്ഛതകൾ നമ്മളെ ബാധിക്കുകയില്ല, നമ്മുടെ മനഃശാന്തി കെടുത്തുകയില്ല. അപ്പോൾ നമ്മൾക്ക് പക്ഷം പിടിക്കാതെ, പക്ഷം ചേരാതെ ക്രിസ്തുപക്ഷത്തിൽ മാത്രം നമുക്ക് നിലയുറപ്പിക്കാം. അതേസമയം ഇതേപോലത്തെ വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്നവർ, അവർ അന്ധകാരത്തിൻ്റെ മക്കളാണ്. അവർ പറയുന്ന പാതയിലൂടെ നമുക്ക് നടക്കാതെയും ഇരിക്കാം. കാരണം അത് സാത്താനാൽ പ്രചോദിതമായ പാതയാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു വകതിരിവിലേക്ക്, ഈ ഒരു വെളിപാടിലേക്ക് എല്ലാം ഏത് പുരോഹിതനും പറയുന്നത് അന്ധമായി വിശ്വസിക്കാതെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ്, കർത്താവെ, അങ്ങ് പറയുന്നത് എന്താണ്, ഇത് അങ്ങേക്ക് നിരക്കുന്ന കാര്യങ്ങളാണോ എന്ന് കർത്താവിൻ്റെ വചനവുമായി നമ്മൾ കൺസൾട്ട് ചെയ്തുകൊണ്ട് വേണം യഥാർത്ഥ ക്രിസ്തു അനുയായികൾ ഈ ദുഷിച്ച കാലഘട്ടത്തിൽ മുന്നോട്ട് പോകേണ്ടത്. കെട്ടവയെല്ലാം മുറിച്ചു മാറ്റപ്പെടും. കെട്ട ഫലം പുറപ്പെടുവിക്കാത്തതെല്ലാം മുറിച്ചു മാറ്റപ്പെടും. അതിൻ്റെ പുറകെ നമുക്ക് പോകാതിരിക്കാം. ഈ ഒരു വിവേചന ശക്തിയിലേക്ക്, ഇതെല്ലാം വിവേചിച്ചറിയുവാനുള്ള ഒരു ശക്തിയിലേക്ക് കർത്താവ് നമ്മളെ നയിക്കട്ടെ. അതിനായി കർത്താവിൻ്റെ കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് യാചിക്കാം. ദൈവമേ, ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ പാതയിലൂടെ അങ്ങയുടെ വചനമനുസരിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.